പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഗുഡ്നസ് TV ഒരുക്കുന്ന വചനദീപ്തിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വിഷയം പൗരോഹിത്യം. ഓർക്കണം പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന അമൂല്യമായ രണ്ട് സമ്മാനമാണ്. ഒന്ന് വിശുദ്ധ കുർബാന, മറ്റൊന്ന് പൗരോഹിത്യം. ഈ പൗരോഹിത്യത്തിൻ്റെ വിലയും മനോഹാരിതയും നമ്മൾ തിരിച്ചറിയാത്തതാണ് നമ്മുടെയൊക്കെ കുടുംബത്തിലുണ്ടായ ദുരന്തങ്ങൾക്ക് കാരണം. പലരുടെയും ജീവിതത്തിൽ, വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ, പലരുടെയും ജീവിതത്തിൽ വിട്ടുമാറാത്ത രോഗങ്ങൾ, കൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ, കൂടെ ഉണ്ടാകുന്ന തകർച്ചകൾ, രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് എത്ര ചികിത്സിച്ചിട്ടും കാര്യമില്ല. ചിലടത്ത് ചെല്ലുമ്പോൾ ചിലർ പറയും അത് ബന്ധനമാണ്, ചിലർ പറയും അത് തലമുറയുടെ ശാപമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തലമുറയുടെ ശാപമോ ബന്ധനമോ അല്ല. എന്താണ് നമ്മൾ തിരിച്ചറിയേണ്ടത്? വിശുദ്ധ കുർബാനയെ അർപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് അതിനകത്തൊരു ചൊല്ലുണ്ട്. അതും സീറോ മലബാർ റീത്തിലെ കുർബാനയിൽ പറയുന്നുണ്ട്. കുർബാനയുടെ അവസാന സമയം പറയാണ്, കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനുമായിട്ട് അർപ്പിക്കപ്പെട്ട ഈ കൂദാശ. അതെ, ഓരോ വിശുദ്ധ കുർബാനയും എല്ലാ അന്ധകാര ശക്തികളെയും എല്ലാ രോഗത്തെയും ആട്ടിപ്പായിക്കുന്നതാണ്. ആ വിശുദ്ധ കുർബാനയുടെ മഹത്വം, അതോടൊപ്പം തന്നെ പൗരോഹിത്യം എന്ന ദൈവം തന്ന ഈ സമ്മാനത്തെ നമ്മൾ അറിയാതെ പോകുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ കൂടെ അനർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പുരോഹിതനുമായിട്ടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും പുരോഹിതന്റെ കണ്ണുനീര് വീഴാൻ നീ കാരണക്കാരായിട്ടുണ്ടോ? നീ ചിന്തിക്കണം. ചെറിയ കാര്യമല്ല. ഓർക്കണം, നമ്മുടെ ഇടയിൽ നിന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അനാദിയിലെ തിരഞ്ഞെടുത്തൊരു വ്യക്തിത്വമാണ് ഒരു പുരോഹിതൻ. ആ പുരോഹിതനെ നമ്മൾ തിരിച്ചറിയുക. എഫെസസ് 1:4 പറയുന്നു, സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നിങ്ങളെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ പരിശുദ്ധ അമ്മയുടെ അഭിവാദനം കേട്ടപ്പോ എലിസബത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആ കുഞ്ഞു കുതിച്ചിയാടി. യേശുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ആ അഭിഷേകം കൊണ്ടതുപോലെ ജെറമ്യാ പ്രവാചകൻ 1-5 പറയുന്നു, മാതാവിന്റെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപ് ഞാൻ നിന്നെ അറിഞ്ഞു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചു. അതേ മക്കളെ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാഭിഷേകം കിട്ടുന്ന ഒരു വ്യക്തിയാണ് പുരോഹിതൻ. ഏതൊക്കെ രീതിയിൽ പോയാലും ശരി, ആ പൗരോഹിത്യ അവസ്ഥയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ആ വ്യക്തി പുരോഹിതനായേ പറ്റൂ. ഓർക്കണം, പുരോഹിതൻ ആരാണ്? പുരോഹിതൻ എന്താണ്? നീ തിരിച്ചറിഞ്ഞുവോ? പൗരോഹിത്യത്തെ മാനിക്കാത്ത, പുരോഹിതനെ അവഹേളിക്കുന്ന വ്യക്തികൾക്കും കുടുംബത്തിനും തലമുറ വഴി ശാപം കിട്ടുന്നത് ഒരേ ഒരു കാര്യമുള്ളൂ. ഏതെങ്കിലും പുരോഹിതനെ വേദനിക്കുവാൻ നീയോ നിന്റെ മാതാപിതാക്കളോ നിന്റെ സഹോദരങ്ങളോ ആരെങ്കിലും പ്രവർത്തിച്ചെന്ന് നിനക്കറിയാമോ? അവർ മനുഷ്യരാണ്, അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടാകാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പുരോഹിതനെ ചോദ്യം ചെയ്യാൻ അധികാരമില്ല, അവകാശം സ്വർഗം തന്നിട്ടില്ല. നമ്മൾ തിരിച്ചറിയണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യം എന്ന ആ സത്യത്തെ ആർഷഭാരത സംസ്കൃതത്തിൽ പറയുകയാണ് പുരോഹിത്. ഈ പുരോഹിത് എന്നുള്ള വാക്ക്, പ എന്ന വാക്ക് പരൂഷ്യം, സംസ്കൃതത്തിൽ പറയാണ് പരൂഷ്യം. പരൂഷ്യം എന്നാൽ അതിന് പച്ച മലയാളം പറഞ്ഞാൽ മാലിന്യം അല്ലെങ്കിൽ അഴുക്ക് എന്ന് സൂചിപ്പിക്കുന്നു. പ എന്ന വാക്കിന്റെ അർത്ഥമാണ് പറഞ്ഞത്. രാ എന്ന വാക്ക് രോഗത്തെ സൂചിപ്പിക്കുന്നു. ഹ എന്ന വാക്ക് ഹിംസ, മരണത്തെ സൂചിപ്പിക്കുന്നു. ത എന്ന് പറയുമ്പോൾ, ത എന്ന് ഉച്ചരിക്കുമ്പോൾ തമസ്, ഇരുട്ടെന്ന്. കൂട്ടി വായിക്കുമ്പോൾ എന്താണ്? മാലിന്യം നീക്കി, രോഗം മാറ്റി, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിച്ച്, അതുപോലെ തന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവൻ ആരോ അവൻ പുരോഹിതൻ. ഇതാണ് പുരോഹിതൻ. ആ പുരോഹിതനെ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ജന്മം കൊടുത്ത മാതാപിതാക്കളെയും സ്വന്തക്കാരെയും ബന്ധുക്കളെയും വിട്ട് അല്പകാലത്തേക്ക് അധികാരി പറയുന്നതനുസരിച്ച് നമ്മുടെ ഇടവകയിൽ നമുക്ക് വേണ്ടി വന്ന് സേവനം ചെയ്യുമ്പോൾ അവരുടെ ക്ഷേമങ്ങൾ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ? അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാനും
അവരെ കുറ്റപ്പെടുത്തുവാൻ നീ ശ്രമിച്ചതാണ് നിന്റെ ജീവിതത്തിലെ തകർച്ചകൾക്ക് കാരണം. ഒത്തിരി അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തെ ആദരിച്ച ഓരോ വ്യക്തികൾക്കും ഓരോ കുടുംബത്തിലും അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹങ്ങൾ കർത്താവ് കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന്റെ കാരുണ്യവും കൃപയും ഓർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പിയാനി അച്ഛന്റെ വാക്കുകൾ നമ്മൾ കടമെടുക്കുമ്പോൾ പറയുകയാണ്, ഹേ പുരോഹിത, നിന്റെ മഹത്വം ഈ ലോകത്തിൽ വെച്ച് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ മരിച്ചു പോകുമായിരുന്നു, ഭയം കൊണ്ടല്ല, സ്നേഹം കൊണ്ട്. മലാക്കി പ്രവാചകൻ പറയുന്നു 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ, അവൻ സൈന്യങ്ങളുടെ കർത്താവിന്റെ ദൂതനാണ്. അതേ മക്കളെ, ഓരോ പുരോഹിതനും സൈന്യങ്ങളുടെ കർത്താവിന്റെ ദൂതനാണ്. ആ സൈന്യങ്ങളുടെ കർത്താവിന്റെ ദൂതനെ നീ അവഹേളിച്ചാൽ, നീ അധിക്ഷേപിച്ചാൽ അതിന്റെ പരിണിത ഫലം വളരെ വലുതാണ്. അതിന് പരിഹാരം ഉണ്ടാവുകയില്ല. കാരണം എന്താണ്? സക്കറിയ പ്രവാചകൻ 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, അവൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്, അവന്റെ നേരെ നീ കൈ ചൂണ്ടിയാൽ അവന് എന്നെ ചോദിക്കുകയാണ്. സക്കറിയ 2:8 പറയാണ്, എൻ്റെ കണ്ണിൽ കുത്തിയാൽ ഞാൻ വെറുതെ ഇരിക്കുമോ? അവരുടെ നേരെ ഞാൻ കൈ ഓങ്ങുമെന്ന്. അതേ, പുരോഹിതനെ അവഹേളിക്കുന്നവർക്ക് ദുരന്തങ്ങളും ദുർവിധികളുമാണ് ഉണ്ടാകുന്നത്. 2 മക്കാബാർ 7-ാം അധ്യായം 34-ാം വാക്യത്തിൽ പറയുന്നു, ഹേ മനുഷ്യ, പാപിയായ നീച്ച, അങ്ങേറ്റം നികൃഷ്ടനായ മനുഷ്യ, ദൈവമക്കളുടെ നേരെ കരമുയർത്തിയിട്ട് വ്യർത്ഥമായ മോഹങ്ങൾ വെച്ച് ഞെളിയാമെന്ന് നീ കരുതിയോ? നിന്റെ മേൽ ശിക്ഷയുണ്ട്. അതെ, വ്യർത്ഥമായ മോഹങ്ങൾ വെച്ച് ഞെളിയാമെന്ന് നീ കരുതരുത്, നിന്റെ മേൽ ശിക്ഷയുണ്ട്. ആരാണ് പുരോഹിതൻ? ഓർക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ദൂതനാണ്, ദൈവത്തിന്റെ അഭിഷിക്തനാണ്. എസെക്കിയേൽ പ്രവാചകൻ 40-ാം അധ്യായം 46-ാം വാക്യത്തിൽ പറയുന്നു, ലേവി പുത്രന്മാരിൽ ഇവർക്ക് മാത്രമേ കർത്താവിനെ ശുശ്രൂഷ ചെയ്യാൻ അധികാരമുള്ളൂ. ലേവി പുത്രന്മാർക്ക് മാത്രമാണ്. അപ്പൊ ലേവി ഗോത്രത്തിൽ പിറന്നവരാണ് പൗരോഹിത്യ അധികാരത്തിലേക്ക് വിളിക്കപ്പെടുന്നത്. അതെവിടെ വെച്ച് വിളിച്ചു? അമ്മയുടെ ഉദരത്തിൽ വെച്ച്. ആ മഹത്വ ജീവിതത്തെ ആരാണ് പുരോഹിതൻ? കർത്താവിന്റെ പ്രതിബിംബമാണ്, ഈശോയുടെ പ്രതിരൂപമാണ്. ആ പ്രതിരൂപമാകുന്ന മിശിഹ, പ്രിയപ്പെട്ടവരെ, ആ മിശിഹയുടെ രൂപമായിട്ട് വരുമ്പോ നിങ്ങൾ ഓർക്കുന്നോ, ഈ കുമ്പസാരക്കൂട്ടിലേക്ക് കയറുമ്പോ എല്ലാ പാപങ്ങളും ഏറ്റുപറയുമ്പോ പുരോഹിതൻ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകിയ അധികാരത്താൽ ഞാൻ നിന്റെ പാപങ്ങൾ മോചിപ്പിക്കുന്നു എന്നല്ല പറയുന്നത്, ഞാൻ നിന്റെ പാപങ്ങൾ മോചിക്കുന്നു. അതെ, എൻ്റെ പാപങ്ങൾ മോചിക്കാൻ എൻ്റെ കർത്താവിന് മാത്രമേ അധികാരമുള്ളൂ. ആ കർത്താവിന്റെ പ്രതീകമാണ് പുരോഹിതൻ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വിശുദ്ധ ഫൗസ്തീനാമ്മയോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ കുമ്പസാരക്കൂട്ടിലേക്ക് വരുമ്പോ ആ കുമ്പസാരക്കൂട്ടിൽ ഓർക്കണം പ്രിയപ്പെട്ടവരെ, കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന പുരോഹിതൻ ആ ഊറാലയെടുത്ത് ആശീർവദിച്ചതിന് ശേഷം അതിൽ മുത്തിയിട്ട് തലവഴി ഇടുമ്പോ ആ ഊറാല ധരിച്ചു കഴിയുമ്പോ നിത്യ പുരോഹിതനായി ഈശോയായിട്ട് മാറി. അതുകൊണ്ടാണ് ഫൗസ്തീനായോട് പറഞ്ഞത്, നീ കുമ്പസാരക്കൂട്ടിലേക്ക് വരുമ്പോൾ, അന്ന് സമരിയാക്കാരിയെ കാണാൻ അവൾ വരുന്നതിന് മുമ്പ് യാക്കോബിന്റെ കിണറ്റുകരയിൽ ഞാൻ ഇരുന്നതുപോലെ ഇന്നും നീ കുമ്പസാരക്കൂട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഇരിക്കുന്നത് ഞാൻ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 വാക്യത്തിൽ കാണാം, ആഴ്ചയുടെ ആദ്യ ദിവസമായി അന്ന് വെട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു അവരുടെ മധ്യത്തിൽ വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കൈകാലുകളിലെ മുറിപ്പാടുകൾ കാട്ടിക്കൊടുത്തുകൊണ്ട് പറയാണ്, നിങ്ങൾ മരത്തിൽ ക്രൂശിച്ച മിശിഹ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറയാണ്, അവൻ അവരുടെ അടുത്ത വചനം പറയാണ്, അവൻ അവരുടെ മേൽ ഊതി നിശ്വസിച്ചു. എന്നിട്ട് പറയാണ്, ലൂക്കാ 20:22 പറയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആ ആത്മാവിനെ ഇതാ അവൻ അവരുടെ മേൽ ഊതിയിട്ട് പറയാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ അവരോട് ബന്ധിക്കപ്പെട്ടിരിക്കും. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ പാപം പൊറുക്കാനും കെട്ടഴിക്കാനും അധികാരപ്പെടുത്തിയിരിക്കുന്നത് ഈശോയുടെ സാന്നിധ്യം നിർത്തിക്കൊണ്ട് അത് ഭൂമിയിൽ ഏൽപ്പിച്ചിരിക്കുന്നത് പുരോഹിതനെയാണ്. ആ പുരോഹിതനെ അവഹേളിച്ചാൽ കർത്താവിനെയാണ് നമ്മൾ അവഹേളിക്കുന്നത് തിരിച്ചറിയണം. ആ കർത്താവിനെയാണ് അവഹേളിക്കുന്നുള്ള ബോധ്യമില്ലാതെ അവരുടെ ഭാഗത്ത് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനും അവരെ ചോദ്യം ചെയ്യാനും നമ്മളെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും പുരോഹിതനെതിരെ നീ കരമുയർത്തിയാൽ,
ഏതെങ്കിലും പുരോഹിതനെതിരെ നീ കയ്യോങ്ങിയാൽ, 1 സാമുവേലിന്റെ പുസ്തകം 26-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, അവൻ കർത്താവിന്റെ അഭിഷിക്തനെതിരെ കരമുയർത്തിയിട്ട് നിർദോഷനായിരിക്കാൻ ആർക്ക് കഴിയും? കർത്താവാണ്, അവിടുന്ന് അവനെ ശിക്ഷിക്കും. കൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ. പ്രിയപ്പെട്ടവരെ, എറണാകുളത്തിനടുത്ത് ആ കൂനമ്മാവ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ അവൻ വിദേശത്ത് ജോലിയായിരുന്നു. 2 വട്ടം അവൻ വന്നപ്പോഴൊന്നും അവൻ്റെ കല്യാണം നടന്നില്ല. 3-ാമത്തെ വട്ടം അവന് വന്ന് 2 മാസം അവധിക്ക് അവൻ നാട്ടിൽ വന്നു. ആ 2 മാസം അവധിക്ക് നാട്ടിൽ വന്നു. ലീവ് തീരാൻ വെറും 16 ദിവസമുള്ളപ്പോൾ അവൻ്റെ വിവാഹം നടന്നു. വീണ്ടും അവൻ 1 മാസത്തേക്ക് കൂടെ ലീവിന് വേണ്ടി അപേക്ഷിച്ചു. ലീവ് അവന് സാങ്ഷൻ ആയില്ല. അവൻ 16-ന് തിരിച്ചു പോയി, നാട്ടിലേക്ക് പോയി, ഗൾഫിലേക്ക് പോയി. ഗൾഫിലേക്ക് പോയി 1 വർഷം കഴിഞ്ഞപ്പോൾ അവന് വീണ്ടും ഒരു 10 ദിവസം അവധി കിട്ടി. ആ 10 ദിവസം അവധി കിട്ടിയപ്പോൾ അവൻ ഓടി വന്നു. നാട്ടിൽ വന്നിട്ട് അവന് ഇത് കല്യാണത്തിൻ്റെ ചിലവൊക്കെ കൂട്ടുകാർക്ക് വേണ്ടി ചെയ്യാം. അങ്ങനെ കൂട്ടുകാർക്ക് വേണ്ടി മദ്യവും മറ്റ് അതിനു വേണ്ടിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ വിളമ്പി, അങ്ങനെ എല്ലാം മദ്യപിച്ച് തലയ്ക്ക് പിടിച്ചു നിൽക്കുന്ന സമയത്ത് ഇവൻ്റെ ഈ പറയപ്പെടുന്ന ചെറുപ്പക്കാരൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഈ പറയപ്പെടുന്ന ചെറുപ്പക്കാരൻ്റെ അപ്പനാണ് ആ പ്രാവശ്യത്തെ പള്ളിയിലെ പെരുന്നാൾ ഏറ്റിരിക്കുന്നത്. ആ പെരുന്നാൾ ഏറ്റിരിക്കുമ്പോൾ ഈ കള്ളു കുടിച്ച് പൂസായ യുവന്മാരെല്ലാവരും കൂടി ഇരുന്നിട്ട് പറയുകയാണ്, എടാ നിന്റെ അപ്പനല്ലേ ഈ പ്രാവശ്യം പെരുന്നാൾ നടത്തുന്നത്, അപ്പോൾ പെരുന്നാൾ നടത്താൻ അങ്ങനെയാണെങ്കിൽ ആ പെരുന്നാൾ നമുക്ക് ഇപ്പോൾ നടത്തിയാലോ, നീ ഉള്ളപ്പം നടത്തിയാലോ. അങ്ങനെ ഇവർ നേരെ അച്ഛനെ കാണാനിട്ടില്ല. അച്ഛനെ കാണാനിട്ട് ചെല്ലുമ്പോൾ അച്ഛനായാണ്ട് ഒരു 10, 70 വയസ്സ് കഴിഞ്ഞൊരു അച്ഛനാ. അച്ഛൻ ഉച്ച ഉറക്കത്തിൻ്റെ സമയത്ത് വെളുപ്പിന് 4 മണിക്ക് ഉണരുന്നതാണ് ഓരോ പുരോഹിതരും. ആ 4 മണിക്ക് എഴുന്നേറ്റ് രാവിലത്തെ കുർബാനയെല്ലാം കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണം, അതുപോലെ ഉറക്കം കൃത്യമാണ്. ഉച്ച കഴിഞ്ഞ് ഒരു മണിക്കൂർ അവർക്ക് ഉറങ്ങുന്ന സമയം. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഈ പുരോഹിതൻ്റെ അടുത്ത് ഇവരെല്ലാവരും കൂടെ ചെന്നു. താഴെ വന്ന് ഇപ്പോൾ മുകളിലത്തെ നിലയിലാണ് അച്ഛൻ കിടക്കുന്നത്. ഇവർ നേരെ മുകളിലേക്ക് ചെന്നു. അവിടെ ചെന്ന് പലകുറി മുറിയിൽ മുട്ടി. അവസാനം ആ ബെല്ലിങ്ങനെ നിർത്താതെ മുഴക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഉറക്കച്ചടവോടെ അച്ഛൻ ഇങ്ങോട്ട് വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പെരുന്നാളിനെ കുറിച്ച് ആലോചിക്കാനാണോ? അച്ഛൻ പറഞ്ഞു, പെരുന്നാളിനെ കുറിച്ച് ആലോചിക്കാനേ, നോയമ്പ് കാലത്ത് എങ്ങനെ പെരുന്നാൾ, അതിനി മാസങ്ങൾ കിടക്കല്ലേ. അപ്പോഴൊരുത്തൻ പറഞ്ഞു, ഇവൻ്റെ അപ്പനാണ് ഈ പ്രാവശ്യം പെരുന്നാൾ ഏറ്റിരിക്കുന്നത്, അതുകൊണ്ട് അച്ഛോ ഇവൻ പോകുന്നതിന് മുമ്പ് ഇവനുള്ളപ്പോൾ നമുക്ക് പെരുന്നാൾ നടത്താം. അതിന് മെത്രാനെ കാണണമെങ്കിൽ അല്ലെ മറ്റെന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞു ഇവരങ്ങോട്ട് ലിസ്റ്റൊക്കെ തയ്യാറാക്കുക. അച്ഛൻ പറഞ്ഞു, ഈ വലിയ നോയമ്പ് കാലത്ത് ഇവിടെ പെരുന്നാൾ നടത്തുകയില്ല, അതിന് നിങ്ങൾ ഒട്ടും തുനിയണ്ട. ഒടുവിൽ ഇതിൽ ഒരുത്തൻ എന്ത് ചെയ്യുന്നറിയാവോ, ഈ അച്ഛൻ്റെ ലോഹൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട്, ഈ വന്ന മണവാള ചെറുക്കൻ അവൻ എന്ത് ചെയ്തു, അച്ഛൻ്റെ ലോഹയിൽ കുത്തിപ്പിടിച്ചിട്ട് പിടിച്ച് 2-3 വട്ടം ഇങ്ങനെ ഒലച്ചിട്ട് അച്ഛനെ പിടിച്ചൊരു ഒറ്റ തള്ള്. ഈ പാവം വൈദികൻ ചെന്ന് ഭിത്തിയിൽ ചെന്ന് ഇടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്വാസം മുട്ടൽ പോലെ അദ്ദേഹത്തിനുണ്ടായി. കുത്തി ചമയ്ക്കാൻ തുടങ്ങി. ഇവനെ പിടിച്ചോണ്ട് കൂട്ടുകാർ പോയപ്പോൾ അച്ഛൻ മുകളിലത്തെ നിലയിൽ നിൽക്കുകയാണ്, അവിടെ നിൽക്കുകയാണ്. ഇവർ താഴെ നിന്നുകൊണ്ട് ഈ അച്ഛനെ പറയാത്ത തെറി, കേൾക്കാൻ അറയ്ക്കുന്ന തെറികൾ പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ പിടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് ഇവരുടെ ഈ മേട കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു കൈത്തോടുണ്ട്. ഈ കൈത്തോടിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്, ഓരോരുത്തരും ചാടാൻ തുടങ്ങി. അപ്പോൾ ഈ കൈത്തോടിൻ്റെ അങ്ങേപ്പുറത്തും ഇങ്ങേപ്പുറത്തും ഏതോ മരം ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ വേരിങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ആൾക്കാർ അതിലൂടെ കയറി ഇറങ്ങി ഈ വെള്ളമൊക്കെ മുട്ടി ഇത് നല്ല മിനുസപ്പെട്ട് മാർബിൾ പോലെ മിനുസപ്പെട്ട് കിടക്കുക. ഓരോരുത്തരും ഇതൊന്ന് ചാടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ മണവാള ചെറുക്കനാണ്, ഈ അച്ഛൻ്റെ കുത്തിന് പിടിച്ചവനാണ് എടുത്ത് ചാടിയത്. നിങ്ങൾക്കറിയോ, ഇവൻ വെള്ളമാണ് കിടക്കുന്ന വയറ്റിൽ, ഇവനെടുത്ത് ചാടിയപ്പോൾ സ്റ്റെപ്പ് മാറിപ്പോയി. ഇവൻ നേരെ മുകളിലേക്ക് വന്നിട്ട് ഒന്ന് തിരിഞ്ഞിട്ട് നേരെ ഈ പൊങ്ങി നിൽക്കുന്ന വേരിൻ്റെ പുറത്തേക്ക് വീണ് നട്ടല് 2ആയിട്ട് വട്ട ഒടിഞ്ഞു പോയി. ഇന്ന് 19 വർഷമായി ആ മനുഷ്യൻ കിടന്ന കിടപ്പിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അവിടുത്തെ വൈദികര് അവിടുത്തെ സ്കൂളിൽ ജോലി വാങ്ങിച്ചു കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ദൂതനാണ് പുരോഹിതൻ എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ ആ തിരിച്ചറിവിൽ നമ്മൾ ജീവിക്കുമ്പോൾ 1 സാമുവേലിന്റെ പുസ്തകം 24-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ യജമാനെതിരെ കൈ ഉയർത്താൻ അവിടെ ഇടവരുത്താതിരിക്കട്ടെ, എന്തെന്നാൽ അവൻ കർത്താവിൻ്റെ അഭിഷിക്തനാണ്. ആ കർത്താവിൻ്റെ അഭിഷിക്തനെ പ്രിയപ്പെട്ടവരെ, പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 15-ാം തിരുവചനം പറയുന്നു, പുരോഹിതൻ എന്ന നിലയിൽ അവൻ എനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ. അവരുടെ ഈ അഭിഷേകം തലമുറകളിലൂടെ നിലനിൽക്കുന്ന നിത്യ പൗരോഹിത്യത്തിൻ്റെ ഭാഗവാക്കുകളാണെന്ന് നീ തിരിച്ചറിയുന്നുണ്ടോ? ആ പൗരോഹിത്യം എന്ന
അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ദിനവൃത്താന്തം 16-ാം അധ്യായം അതിന് 22-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ അഭിഷിക്തനെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത്. കർത്താവ് താക്കീതായിട്ട് പറയുകയാണ്, എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, ആ അഭിഷിക്തർക്ക് ഉപദ്രവകരമായിട്ട് ഒന്നും ചെയ്യരുത്. കാരണം എന്താണ്? കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതമാണ്. പരിശുദ്ധ അമ്മ പറയുന്ന വാക്യമുണ്ട്, അന്ന് ഞാൻ എൻ്റെ തിരുക്കുമാരനെ കരങ്ങളിലെടുത്തതിനേക്കാൾ ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ ഓരോ പ്രഭാതത്തിലും ഓരോ മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും എൻ്റെ പൊന്നോമന പുത്രനെ ഞാൻ എടുത്തതിനേക്കാൾ ഭക്തിയോടെ കരങ്ങളിലെടുക്കുന്നത് ഈ പുരോഹിതരാണ്, ഈ കന്യാസികളാണ്. ആ കരങ്ങളെ, ആ പൂശപ്പെട്ട കരങ്ങളെ നമ്മൾ ആദരിക്കണം. ആ പൂശപ്പെട്ട കരങ്ങളെ ആദരിക്കാതെ പോയതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾക്ക് കാരണമായതെന്ന് ഉള്ള തിരിച്ചറിവുണ്ടാകണം. ഓർക്കണം പ്രിയപ്പെട്ടവരെ, എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും പുരോഹിതനെ കണ്ണുനീര് ചിന്തുവാൻ നീ കാരണക്കാരനായിട്ടുണ്ടോ? നിന്റെ ഒരു വാക്കാകാം, നിന്റെ ഒരു സംസാരമാകാം. കൂട്ടും കൂടിക്കൊണ്ട് അച്ഛന്മാർക്കെതിരെ നോട്ടീസ് ഇറക്കാനും അച്ഛന്മാർക്കെതിരെ ആ അപരാധങ്ങൾ പറഞ്ഞു വരുത്താനും നീ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും പുരോഹിതന്റെ വിശുദ്ധിക്ക് കളങ്കമാകാൻ നിന്റെ ഒരു നോട്ടമോ നിന്റെ ശരീരമോ കാരണമായിട്ടുണ്ടെങ്കിൽ, എവിടെയാണോ അവരുടെ കൃപയ്ക്ക് ദോഷം വരുത്തിയത് ആ ഭാഗത്ത് കർത്താവ് നിന്നെ ശിക്ഷിച്ചിരിക്കും. കാരണം എന്താണ്? ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ സഭയുടെ മുതൽക്കൂട്ടാണ്. അവരുടെ പാദസ്പർശിച്ച മണ്ണിന്റെ പുണ്യം നമ്മൾ തിരിച്ചറിയണം. അവർക്ക് ജന്മം നൽകിയ മാതാപിതാക്കളുടെ ആ കൃപ നമ്മൾ തിരിച്ചറിയണം. അവരുടെ ആരുടെയും യോഗ്യത കൊണ്ടല്ല, ദൈവം ആ കുടുംബത്തിന് കൊടുക്കുന്ന സൗഭാഗ്യം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ കിടന്ന ഗർഭപാത്രത്തിൽ കിടന്ന ഒരാള്, ഒരച്ഛനോ കന്യാസ്ത്രീയോ ആണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾ വരുത്തണം. കാരണം ആ ഗർഭപാത്രത്തിൽ കിടന്ന് ദൈവത്തിന്റെ അഭിഷേകം കിട്ടിയ ഒരു സഹോദരൻ സഭയ്ക്ക് വേണ്ടിയിട്ട് ബലിയാടായി ജീവിച്ചിരിക്കുമ്പോൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, അവർ സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ബലിവസ്തുക്കളാണ്. ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ അവസാനത്തുള്ളിയും ഉരുകിത്തീരുവോളം ആ പ്രഭ ചൊരിഞ്ഞുകൊണ്ട്, വെളിച്ചം ചൊരിഞ്ഞുകൊണ്ട് അന്ധകാരത്തെ മാറ്റുന്നത് പോലെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചമാകുവാൻ, അഴുകുവാൻ കടന്നു വന്നിരിക്കുന്ന യോഹന്നാൻ 12:24 പറയുന്നു, ഗോതമ്പമണി നിലത്ത് വീണ് അഴുകുന്നില്ലെങ്കിൽ അവ അതേപടി ഇരിക്കുന്നു, അഴുകുന്നെങ്കിലോ അവൻ കൂടുതൽ ഫലം പുറപ്പെടുവിക്കും. ജോഷുവയുടെ പുസ്തകം 18-ാം അധ്യായം 7-ാം തിരുവചനം പറയുന്നു, ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരി ഉണ്ടായിരിക്കില്ല, കർത്താവിന്റെ പൗരോഹിത്യമാണ് അവിടുത്തെ ഓഹരി. ഓർക്കണം പ്രിയപ്പെട്ടവരെ, 12 ഗോത്രങ്ങള് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ഉള്ള യാത്രയിൽ ആ മെസപ്പൊട്ടോമിയയിൽ നിന്ന് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് അവരുടെ മടക്ക യാത്രയിൽ അവർ തിരിച്ചെത്തുമ്പോൾ കാനാൻ ദേശം വീതിച്ചു കൊടുത്തു തമ്പുരാൻ. എന്നാൽ 11 ഗോത്രത്തിനും അവരവരുടേതാകുന്ന സ്ഥലം കാണിച്ചു കൊടുത്ത് കുറ്റിയടിച്ച് വേർതിരിച്ച് അവർക്കായി ഓഹരി കൊടുത്തപ്പോ ലേവി ഗോത്രത്തിന് മാത്രം കൊടുത്തില്ല. കാരണം എന്താണ്? അത് കർത്താവിന്റെ ഓഹരിയാണ്. സംഖ്യാപുസ്തകം 18-ാം അധ്യായം അതിന് 20-ാം വാക്യത്തിൽ, ഇസ്രായേൽ നിനക്ക് അവകാശമായി ഭൂമി ലഭിക്കില്ല, അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കില്ല, ഞാനാണ് നിന്റെ അവകാശവും നിന്റെ ഓഹരിയും. ഓർക്കണം പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തിന്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ തിരിച്ചറിയുന്നത് ഇസ്രായേൽ ജനം കടന്നു വരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് ആദ്യം ഇവരെ വലിയ സന്തോഷത്തോടെ വന്നു. ഇവർക്ക് രാവും പകലും മന്ന വർഷിച്ചു കൊടുത്തു, കാടപ്പക്ഷി വർഷിച്ചു കൊടുത്തു. ദൈവം തമ്പുരാൻ പറഞ്ഞു, ഇതാ അന്നന്ന് വേണ്ടുന്നത് മാത്രമേ എടുക്കാവുള്ളൂ. കൂടാതെ ഇവർ പലരും പിറുപിറുക്കാൻ തുടങ്ങി, അഹറോനെതിരെ ഇവർ പിറുപിറുക്കാൻ തുടങ്ങി. നിന്നെ മാത്രമേ തെരഞ്ഞെടുത്തുള്ളൂ, ഞങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ടവരല്ലേ, ഞങ്ങളും ഇസ്രായേൽ ഗോത്രത്തിലെ അംഗങ്ങളല്ലേ, നീ ആരാ ഞങ്ങളെ നിയന്ത്രിക്കാൻ, നീ ആരാ ഞങ്ങളെ ശാസിക്കാൻ പറഞ്ഞപ്പോ മോശയ്ക്ക് സങ്കടമായി. മോശ വന്ന് സാഷ്ടാംഗം വീണ് കിടന്ന് ദൈവത്തോട് കരയാൻ തുടങ്ങി, വിലപിക്കാൻ തുടങ്ങി. ദൈവം ഇടപെട്ടു, മോശയോട് പറഞ്ഞു, നീ എഴുന്നേക്ക്, നീ എന്തിനു വിഷമിക്കണം, നാളെ രാവിലെ ഈ 12 ഗോത്രങ്ങളോട് പറയുക, ഒരു വടിയുമായിട്ട് വരാൻ പറയുക. അങ്ങനെ 12 ഗോത്രങ്ങളെയും കൊണ്ട് നിർത്തി. 12 ഗോത്രങ്ങളെയും കൊണ്ട് നിർത്തിയിട്ട് 12 ഗോത്രങ്ങളോട് പറഞ്ഞു, അവരവരുടെ കയ്യിലിരിക്കുന്ന വടിയില് അവരവരുടെ ഗോത്രത്തിന്റെ പേര് ആലേഖനം ചെയ്യാൻ പറഞ്ഞു. ആലേഖനം ചെയ്യാൻ പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ വടി അവർ നിന്നെടുത്ത് കുത്തി നിർത്താൻ പറഞ്ഞു. കുത്തി നിർത്തിയിട്ട് എല്ലാവരും കൂടാരങ്ങളിലേക്ക് പോകാൻ പറഞ്ഞു. യാത്രയിൽ കൂടാരങ്ങളിലേക്ക് അവർ തിരിച്ചു വിട്ടു. അടുത്ത പ്രഭാതത്തിൽ വരാൻ പറഞ്ഞു. അടുത്ത പ്രഭാതത്തിൽ ഇവരെയൊക്കെ വിളിക്കാൻ പറഞ്ഞു മോശയോട്. അങ്ങനെ ഒരു പകലത്തെ ചൂടും
ഒരു രാത്രിയിലെ തണുപ്പമേറ്റ് പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് 11 വടിയും കരിഞ്ഞൊടിഞ്ഞ് നിലം പറ്റ താണ് കിടക്കുമ്പോ സംഖ്യാപുസ്തകം 18-ാം അധ്യായത്തിലെ 7-ാം തിരുവചനത്തിൽ ഒരു വടി മാത്രം തളിർത്തു പൂത്തു. ഒറ്റ രാത്രി കൊണ്ട് തളിർത്ത് പൂത്ത് ബദാം പഴങ്ങൾ കാഴ്ച നിൽക്കുന്ന ആ വടിയിൽ ആലേഖനം ചെയ്തിരിക്കുന്നു അഹറോൻ എന്ന്. അഹറോൻ പ്രിയപ്പെട്ടവരെ, ലേവി ഗോത്രത്തിലെ അഹറോന്റെ വടി മാത്രം തളിർത്തു പൂത്തു ബദാം പഴങ്ങൾ കാഴ്ച വന്നു. അതാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ആ തെരഞ്ഞെടുപ്പിനെ മനസ്സിലാകാതെ പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പത്തനംതിട്ടയ്ക്കടുത്ത് ഒരു പള്ളിയിൽ ഇതുപോലെ ധ്യാനിപ്പിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായ ഒരു സംഭവം, ആ സംഭവത്തിന്റെ ഒരു ഭാഗമെങ്കിലും ഞങ്ങൾക്ക് ദൃക്സാക്ഷികളായതാ. കാരണം ആ പള്ളിയുടെ കമ്മ്യൂണിറ്റി ഹാളിന്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് അവിടുത്തെ കൈക്കാരനായിട്ടിരിക്കുന്ന മനുഷ്യൻ ഒരാൾ തന്നെയാണ്. അല്പം സ്വല്പം ഗുണ്ടായുസമൊക്കെ ഉണ്ട്. എന്തിനും പോകുന്നൊരു മനുഷ്യനാണ്. ഇതെല്ലാം കഴിഞ്ഞ് കമ്മ്യൂണിറ്റി ഹാളിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് കണക്ക് കൊടുത്തപ്പോൾ പലതിൻ്റെയും കണക്ക് എല്ലാത്തിൻ്റെയും കണക്ക് അച്ഛൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെ കൊണ്ടുവന്ന കണക്കിൽ ലക്ഷങ്ങളുടെ വെട്ടിപ്പുണ്ട്. അച്ഛൻ പറഞ്ഞു ഈ കണക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ കണക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അടുത്ത ദിവസം പൊതുയോഗം വിളിച്ചിരിക്കുക. പൊതുയോഗത്തിൽ ഈ മനുഷ്യൻ കണക്ക് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ യഥാർത്ഥ ബില്ല് അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്തു. അവസാനം ഇയാള് ഈ കൈക്കാരൻ ഇറങ്ങിപ്പോയി. അച്ഛനെ വായി തോന്നാത്തത് പലതും, കേൾക്കാൻ കൊള്ളരാത്ത പല വാക്കുകളും പറഞ്ഞിട്ട് ആ സമൂഹത്തിന്റെ മധ്യത്തിൽ വെച്ച് അച്ഛനെ ഇങ്ങനെ തെറിയും പറഞ്ഞിട്ട് ഈ മനുഷ്യൻ പോവുക. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം 6 മണിക്ക് കുർബാന. അവിടെ ഒരു മഞ്ഞ് ഒക്കെ വീഴുന്ന ഒരു സ്ഥലമാണ്. 6 മണിക്ക് കുർബാനയ്ക്ക് ഒരു സിസ്റ്റർ ഉൾപ്പെടെ 5 പേരാണ് ആ കുർബാനയിൽ പങ്കെടുക്കുന്നത്. ആ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് അച്ഛൻ സഭാവസ്ത്രം ധരിച്ച് സങ്കീർത്തിയിലെ ആ ബലിപീഠത്തിൽ മുത്തിയിട്ട് നേരെ തിരിയുമ്പോൾ പുറകിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ, ഈ കൈക്കാരന്റെ മകൻ, കൈ വലിച്ചൊരൊറ്റ ഇടി അച്ഛൻ്റെ മൂക്കും ചുണ്ടും കൂടെ ചേർത്ത് കൊടുക്കുക. മൂക്കും ചുണ്ടും പൊട്ടി ചോര ചീറ്റാൻ തുടങ്ങി. പ്രവേശന ഗാനം അവിടെ ആലപിച്ചു കഴിഞ്ഞു. അച്ഛൻ്റെ തല കറങ്ങുന്ന പോലെ ബ്ലഡ് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. ആ തിരുവസ്ത്രത്തിലൊക്കെ ബ്ലഡ് വീണ് പ്രിയപ്പെട്ടവരെ കർച്ചീഫ് കൊണ്ട് ആ പൊത്തിപ്പിടിച്ചുകൊണ്ട് അൾത്താരയിലേക്ക് വരുമ്പോൾ ജനത്തിന് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. ഒരു കണക്കിന് ഏതാണ്ട് ഒരു 20 മിനിറ്റ് കൊണ്ട് ആ കുർബാന ചൊല്ലി തീർത്തിട്ട് സിസ്റ്ററിനോട് പറഞ്ഞു വിശുദ്ധ കുർബാന കൊടുക്കാൻ പറഞ്ഞു. ഇടയ്ക്ക് ബ്ലഡ് ഇങ്ങനെ വല്ലാതെ വരുന്നു. അച്ഛൻ്റെ തലകറങ്ങി. അച്ഛൻ അവിടെ ആ കസേരയിൽ ഇരുന്നു. കുർബാനയൊക്കെ ആശീർവാദം കൊടുത്തിട്ട് നേരെ ഇവർ 5 പേരും കൂടെ പുറകിലേക്ക് വരിക. പുറകിലേക്ക് വരുമ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയുകയാണ്, ഞാനിവനെ തല്ലിയതാ. എൻ്റെ അപ്പനെ അവഹേളിച്ചിട്ട് ഇവിടെ ഒരുത്തനും ആളാകണമെന്ന് പറഞ്ഞ് ഞാനിവനെ തല്ലിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടിച്ചതാ, ഇവനെ വെച്ചേക്കലെന്നെല്ലാം പറഞ്ഞിട്ട് അച്ഛനോട് ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്തു, അച്ഛൻ്റെ മേടയുടെ ഗേറ്റ് അവൻ പൂട്ടി. അവൻ ഗേറ്റ് പൂട്ടിയിട്ട് അച്ഛൻ മേടയിലേക്ക് കയറാണ്ട് വരുമ്പോൾ ഇവൻ്റെ വീട്ടിൽ വളർത്തുന്ന ഒരു ബോമറയും പട്ടിയെ കൊണ്ടുവന്നിട്ട് ആ മേടയിലെ ഗ്രില്ലിനോട് കെട്ടിയിട്ടുകൊണ്ട് അവിടെ വെച്ചിരുന്ന ഒരു പാര പുറകത്ത് ഉണ്ടായിരുന്ന എടുത്തുകൊണ്ട് പോയിട്ട് ഈ പട്ടിയെ തല്ലിക്കൊന്നു. പട്ടിയുടെ ചോരയും നീരും ഒക്കെ ഈ അച്ഛൻ്റെ ലോഹയിലൊക്കെ വീണ് ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ ബോധക്കെട്ട് അവിടെ താഴെ വീണു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അച്ഛനെ നേരെ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രിയിൽ നിന്ന് ആ പള്ളിയിലേക്ക് അച്ഛൻ വന്നില്ല. അച്ഛനൊരു പേടിയായി. അച്ഛൻ്റെ സമനില തെറ്റിയ പോലെ ഒരു പാവം വൈദികൻ. നിങ്ങൾക്കറിയോ, ഈ അച്ഛനെ തല്ലിയതിൻ്റെ 7ാമത്തെ ദിവസം ഈ അച്ഛനെ തല്ലിയവൻ പ്രിയപ്പെട്ടവരെ ആ പള്ളിക്ക് ചുറ്റും വന്ന് കുരച്ചുകൊണ്ട് നടക്കുന്ന കാഴ്ചയെ കണ്ടത്. പേയിളകിയിട്ട് എപ്പോഴോ വീട്ടിൽ വളർത്തുന്ന പട്ടിയുടെ നഖം കൊണ്ടതാകാം. അവന് കൃത്യം 7ാമത്തെ ദിവസം അവൻ ആ പള്ളിക്ക് ചുറ്റും കിടന്ന് കുരച്ച് വന്ന് പള്ളിയുടെ വട്ടക്കല്ലിൽ വന്ന് അവൻ തലയടിച്ച് വീണ് അവിടെ കിടന്ന് അവൻ മരിച്ചു. ഈ സംഭവം പറഞ്ഞ് കൈക്കാരനായ അവൻ്റെ അപ്പൻ അറ്റാക്ക് വന്ന് മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മനോരോഗം പിടിപെട്ടു. മാത്രമല്ല ഇവൻ്റെ കുട്ടി, ഈ ചെറുപ്പക്കാരൻ്റെ കുട്ടി, ആ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വണ്ടി ഇടിച്ചു മരിച്ചു. അങ്ങനെ ആ കൊച്ച് അവൻ്റെ ഭാര്യയ്ക്കും സമനില തെറ്റി. അവരെ അവിടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഒരു പുരോഹിതനെ കൈവച്ച ആ കുടുംബത്തെ വേരോടെ പിഴുതു കളഞ്ഞു കർത്താവ്. മറ്റെല്ലാം കർത്താവ് പൊറുക്കും. പുരോഹിതനെ വേദനിപ്പിച്ചാൽ പൗരോഹിത്യത്തെ ആദരിക്കാൻ ഇന്ന് മുതൽ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മളൊരു കാര്യം തീരുമാനിക്കണം. ഇന്ന് മുതൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ കാല് പിടിച്ചുകൊണ്ട് അപേക്ഷിക്കുകയാണ്. നമുക്ക് ഒരു പുരോഹിതന്റെ കുറ്റം ഇനി പറയണ്ട. നമ്മുടെ വീട്ടില് പുരോഹിതനെ അവഹേളിക്കുന്ന ഒരു വാക്ക് പോലും നമ്മുടെ നാവിൻ തുമ്പിൽ വരാതിരിക്കട്ടെ. നിന്റെ തൊഴിൽശാലയില്, നീ നിൽക്കുന്ന കൂട്ടായ്മയില് ആരെങ്കിലും പുരോഹിതനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ശാസിക്കണം, നിർത്താൻ പറയണം. സമ്മതിക്കരുത്.
അത് കേൾക്കാൻ നിന്റെ ചെവി കൊടുക്കരുത്. അതേ പ്രിയപ്പെട്ടവരെ, എന്നെ അനുഗ്രഹിക്കാൻ, നിന്നെ അനുഗ്രഹിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന, സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രതിപുരുഷാണ് പുരോഹിതൻ എന്നുള്ള ആ പൗരോഹിത്യത്തെ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളോട് ഈ ഉള്ളവനൊരു എളിയൊരു അഭ്യർത്ഥന. ഏതെങ്കിലും പുരോഹിതനെ നീ വേദനിപ്പിച്ച ആ പുരോഹിതൻ ഒരുപക്ഷെ പള്ളിയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടാകാം. അദ്ദേഹത്തിന്റെ കണ്ണുനീര് സംഖ്യാപുസ്തകം 32 അധ്യായം 22 വാക്യത്തിൽ പറയുന്നു, നിന്റെ പഴയ പാപം ഒരു വേട്ടപ്പട്ടിയെ പോലെ നിന്നെ ഇന്നും പിന്തുടരുന്നുണ്ടെങ്കിൽ ചെല്ലണം, നിന്റെ ഇടവക വികാരി അടുത്ത് നിന്ന് പറയണം, അച്ഛാ, കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇരുന്ന അച്ഛനെ ഞാൻ വേദനിപ്പിച്ചു, അല്ലെ എൻ്റെ അപ്പൻ വേദനിപ്പിച്ചു. ആ പുരോഹിതന്റെ കാല് പിടിച്ച്, കാലിൽ ചുംബിച്ച് ക്ഷമ ചോദിച്ച് ആ ഇരിക്കുന്ന പുരോഹിതനെ കൊണ്ട് നിന്റെ തലയെ കൈവച്ച് ആ പാപത്തിന്റെ പരിഹാരം ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ വരും ഒന്നിന് പുറകെ ഒന്നായിട്ട് അനർത്ഥങ്ങൾ തലപൊക്കിയിരിക്കും. ഒത്തിരി അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് ഈ യാത്രയിൽ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് നമ്മുടെ പുരോഹിതരോട് ചേർന്ന് നിൽക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന വിലപ്പെട്ട സമ്മാനം, ആ സമ്മാനത്തെ നമുക്ക് ആദരിക്കാം. നമ്മുടെ ഇടയിൽ കർത്താവിനെ തരാൻ കർത്താവായി നിൽക്കുന്ന ആ പുരോഹിതരെ നമുക്ക് കൈകൂപ്പാം. അവരുടെ മുൻപിൽ അറിഞ്ഞോ അറിയാതെ വന്നു പോയിട്ടുള്ള എല്ലാ അപരാധങ്ങൾക്കും മാപ്പ് ചോദിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, ഇനി നിങ്ങളുടെ മക്കൾക്കോ, ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ഒരു മാറാരോഗമോ തീരോവ്യാധിയോ ഉണ്ടാകാതിരിക്കാൻ നിനക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു നല്ല കാര്യം, നീ ആ പുരോഹിതനെ ഓർത്ത് പറ്റുമെങ്കിൽ ആ പുരോഹിതനെ നേരിട്ട് എന്ന് കാണുക. ഇല്ലെങ്കിൽ ഇടവക വികാരിയോട് പറഞ്ഞ് കുമ്പസാരിച്ച് പരിഹാരം നൽകുക. ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. തമ്പുരാൻ ഈ ഒരു അവസരം ഒരുക്കിയതിന് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.